ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജിയും അവരുടെ ട്രൂ ഇൻറ്റൻഷനുമാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആയിരിക്കും ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന മെസ്സേജസ് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി അനുസരിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അഥവാ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എപ്പോഴൊക്കെ ഓർക്കുന്നു അപ്പോഴെല്ലാം അവരുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയം. നിങ്ങൾ തമ്മിൽ ടെലിപ്പതിക്കലി ഒക്കെ കണക്റ്റഡ് ആയിരിക്കാം. ആ ഒരു സന്ദർഭം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രസൻസ് അവിടെ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയം. നിങ്ങളുമായി സെപ്പറേഷനിലായ ഒരു സമയം ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം. ആ ഒരു സെപ്പറേഷൻ്റെ വേദന നിങ്ങൾ എത്രമാത്രം സഹിച്ചു കാണുമെന്ന് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നു. നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നുകയാണ് ഈ ഒരു സമയം ഈ വ്യക്തിക്ക്. അൺകണ്ടീഷണലായിട്ടുള്ളൊരു പ്രണയം തോന്നുകയാണ്. നിങ്ങൾ അവരുടെ ഹൃദയത്തിൽ തന്നെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കണ്ടീഷനും ഇല്ലാതെ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ കണക്ഷൻ ഒരു പക്ഷേ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാനുള്ളൊരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. നിങ്ങളിൽ ഒരാൾ സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെ ഇത് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആവാനുള്ള ചാൻസ് കാണുന്നു. നിങ്ങളുമായി ഒരു പുതിയ ലൈഫിനെ പറ്റി തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലായ ഒരു സമയത്തെ വേദനയെല്ലാം ഈ വ്യക്തി താങ്ങുകയാണ്. നിങ്ങൾ ആ ഒരു സമയം എന്തുമാത്രം വേദന സഹിച്ചു കാണും എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആദ്യത്തെ കാർഡ് നിങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാർഡ് തന്നെ കിട്ടിയത്. ആ വ്യക്തി നിങ്ങളുമായി ഉണ്ടായിരുന്ന സമയങ്ങളും എല്ലാം ചിന്തിക്കുകയാണ്. ഈ ഒരു സെപ്പറേഷൻ്റെ സമയവും എല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന്, ഇപ്പോൾ അവർ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെട്ട് വരണം. നിങ്ങളിലേക്ക് രക്ഷപ്പെട്ട് എത്രയും വേഗം വരണം എന്നുള്ളതിനെപ്പറ്റി ഈ വ്യക്തി ചിന്തിക്കുന്നു. ചിലപ്പോൾ അവർക്ക് ഇപ്പോഴായിരിക്കും മനസ്സിലായത് ആ ഒരു സിറ്റുവേഷൻ റോങ് ആയിപ്പോയി. അവർ എടുത്തൊരു സിറ്റുവേഷൻ റോങ് ആയി പോയെന്ന് ഇപ്പോൾ ആ വ്യക്തി തിരിച്ചറിയുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ട് നിങ്ങളുടെ അരികിലേക്ക് പെട്ടെന്ന് തന്നെ എത്തണം, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റോടു കൂടി എത്തണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു. നമുക്കിവിടെ 3 കാർഡ്സാണ് വീണത്. ഇവിടെ വേറൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കരയിച്ച ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. നിങ്ങളെ അതിൻ്റെ പേരിൽ ഒരുപാട് നിങ്ങളുമായിട്ടുള്ള ഹാർഷായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം ഈ വ്യക്തി. ഒരുപാട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തി വേറൊരാൾക്ക് വേണ്ടിയിട്ട്. ആ ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് ഇതിന് മുന്നേ നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഇതെല്ലാം ആ വ്യക്തി ഇപ്പോൾ ഓർത്തെടുക്കുകയാണ്. ഒന്നും നിങ്ങളോട് വേണ്ടിയിരുന്നില്ല എന്നിപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. അവർ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് വരാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളുമായി ഒരു പുതിയ തുടക്കമാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ കറണ്ട് എനർജിയിൽ ഇപ്പോൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കരയിച്ച ഒരു സിറ്റുവേഷനെ പറ്റി ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ അരികിലേക്ക് എത്രയും പെട്ടെന്ന് ഒരു പുതിയ ഒരാളായി വരണം എന്നുള്ളതിനെപ്പറ്റി ആ വ്യക്തി ചിന്തിക്കുന്നു. പുതിയൊരു ജീവിതം നിങ്ങളിലേക്ക്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതാണ് ഈ ഒരു വ്യക്തിയുടെ, അല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു ആക്ഷൻ എടുത്ത്
മുന്നോട്ട് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പോഴത്തെ അവരുടെ കറണ്ട് എനർജിയിലെല്ലാം നിങ്ങളുടെ ബന്ധത്തിന് എതിരായി നിൽക്കുന്ന എല്ലാ സിറ്റുവേഷനെയും, ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനെ വെട്ടി വീഴ്ത്തി നിങ്ങളിലേക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നതിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്. പക്ഷേ ആ വ്യക്തിക്ക് കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവർക്ക് രക്ഷപ്പെട്ട് വരണമെന്നുണ്ട്, അവർ മൂവ് ഓൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് കുറച്ച് റിസ്ക് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ളൊരു പുതിയ ലൈഫ് തുടങ്ങാനായിട്ട് കുറച്ച് റിസ്ക് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴത്തെ കറണ്ട് എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ ഞാൻ മൂവ് ഓൺ ചെയ്യും, എനിക്ക് റിസ്ക് എടുക്കേണ്ടതായി വരുമല്ലോ എന്നുള്ളതിനെയൊക്കെ പറ്റി ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ അരികിലേക്ക് എങ്ങനെ വരും? ഇത് കാണുന്നതെല്ലാം അവരുടെ മുന്നിലെ ഒബ്സ്റ്റിക്കിൾസ് ആണ് കാണുന്നത്. അവരുടെ മുമ്പിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ ഈ വ്യക്തി പ്ലാൻ ചെയ്യുകയാണ് നിങ്ങളിലേക്ക് വരുന്നതിനെക്കുറിച്ച് ഓർത്ത്. ആ വ്യക്തിക്ക് കുറച്ച് സമയം ആവശ്യമാണ്. ആ വ്യക്തി പ്ലാൻ ചെയ്യുന്നത് നിങ്ങളുമായിട്ടുള്ളൊരു സ്പിരിച്വൽ യൂണിയന് തന്നെയാണ്, ഒരു റീയൂണിയന് വേണ്ടിയിട്ട് തന്നെയാണ് ആ വ്യക്തി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ സിറ്റുവേഷനെ പറ്റി കുറച്ച് മനസ്സിലാക്കി അതിനുള്ള വഴികൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയം. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തി നിങ്ങളോട് ചെയ്ത എല്ലാ മിസ്റ്റേക്സും ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞു. സാഹചര്യം അനുകൂലമായി വരാൻ ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതായാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ചുറ്റും എന്തൊക്കെ സിറ്റുവേഷനിലുണ്ടെങ്കിലും സന്തോഷങ്ങളുണ്ടെങ്കിലും അവർക്കതിലൊന്നും സന്തോഷിക്കാൻ കഴിയാതെ നിങ്ങളെന്നുള്ള വ്യക്തിയുടെ കുറവ് ആ വ്യക്തിയെ വല്ലാതെ വേദനിപ്പിക്കുകയാണ് ഈ ഒരു സമയം. ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് സാഹചര്യം അനുകൂലമായി വരാൻ. അതാണ് നമുക്കിപ്പോഴത്തെ കറണ്ട് എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. അവരുടെ ലൈഫിൽ നിങ്ങളെന്നുള്ള വ്യക്തി ആണ് അവരുടെ പൂർണ്ണത. അത് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെന്നുള്ള വ്യക്തി കൂടെയുണ്ടെങ്കിൽ മാത്രമേ അവരുടെ ലൈഫ് പൂർണ്ണമാകൂ എന്നിപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നു. നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് വരാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരു പുതിയ ഒരു ഓഫറുമായി, ഒരു കമ്മിറ്റ്മെൻറ്റോടു കൂടിയുള്ള ഓഫറുമായി നിങ്ങളുടെ അരികിലേക്ക് വരണം എന്നുള്ളതാണ് അവരുടെ കറണ്ട് എനർജിയിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളാണ് ആ വ്യക്തിയുടെ കംപ്ലീഷൻ എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നു. നിങ്ങളിലേക്ക് വരുന്നതിനെ പറ്റി തന്നെയാണ് ചിന്തിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതായിരിക്കാം ഇതിനോടകം തന്നെ. അങ്ങനെയാണ് നമുക്കിവിടെ കാണുന്നത്. എനർജിയിൽ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പറ്റി കൂടുതൽ തന്നെ ആലോചിച്ച് തന്നെ ഇരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളെ തന്നെ നോക്കിയിരിക്കുകയാണ് ഈ ഒരു വ്യക്തി, വെയിറ്റ് ചെയ്യുകയാണ്. ഈ വ്യക്തിക്ക് ആകെയുള്ളൊരു കുറവെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നുള്ളൊരു കുറവാണ്. നിങ്ങൾ വന്നാൽ മാത്രമേ അവരുടെ ലൈഫ് പൂർണ്ണമാകൂ എന്നിപ്പോൾ ആ വ്യക്തി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. വ്യക്തി ഒറ്റയ്ക്കാണ്, നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് നിങ്ങളോട് പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത്? ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ എൻ്റെ മുന്നിൽ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. എനിക്ക് അതിനെയെല്ലാം തരണം ചെയ്ത് വേണം നിൻ്റെ അരികിലേക്ക് എത്താൻ. എനിക്ക് നിന്നോട് ഒരുപാട് പ്രണയമാണുള്ളത്. നിന്നോടുള്ള സ്നേഹം ഒരുപാട് ഓവർഫ്ലോ ചെയ്യുകയാണ് എൻ്റെ ഉള്ളിൽ. പക്ഷേ ഞാൻ സാഹചര്യം അനുകൂലമായി വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എൻ്റെ മുന്നിൽ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് എന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ് സാഹചര്യം അനുകൂലമായി വരാൻ. നിങ്ങളെന്നുള്ള വ്യക്തിയുടെ ആഗ്രഹം പൂർത്തിയാക്കാനായിട്ട് ഇപ്പോൾ ആ വ്യക്തി തയ്യാറായി കഴിഞ്ഞു എന്ന് തന്നെയാണ് കാണുന്നത്. ഞാൻ നിനക്ക് വേണ്ടി തയ്യാറായി കഴിഞ്ഞു നിൻ്റെ ആഗ്രഹം പൂർത്തിയാക്കാനായിട്ട്. അതാണ് അവരുടെ രണ്ട് മെസ്സേജസ്. നമുക്കതാണ് ഇത് പറയുന്നത്. ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷെ നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് ആ വ്യക്തിക്ക്. ചലഞ്ചിങ് ആയിട്ടുള്ള എല്ലാ സിറ്റുവേഷൻസിനെയും മറികടന്ന് വേണം നിങ്ങളുടെ അരികിലേക്ക് എത്താൻ. നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കാനായിട്ട് ആ വ്യക്തി തയ്യാറായി കഴിഞ്ഞു
ഇനി അവരുടെ ആ ഒരു ഡെസിഷനിൽ നിന്ന് മാറ്റാൻ ആർക്കും സാധ്യമല്ല എന്നാണ് നമുക്ക് കാണുന്നത്. ഇനി യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണ്? നിങ്ങൾ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. ഫ്യൂച്ചറിൻ്റെ ഡയറക്ഷനിലേക്ക് വേണം നിങ്ങൾ പോകാനായിട്ട്. പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് ട്രോമാസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതെല്ലാം നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു സിറ്റുവേഷനിൽ നിന്നെല്ലാം നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് നിങ്ങൾ ഫ്യൂച്ചറിൻ്റെ ഡയറക്ഷനിലേക്ക് പോകണം. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ഓർ ടിൻ ഫ്ലെയിം ആവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ കണക്ഷൻ ഒരു ഡിവൈൻ കണക്ഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാസ്റ്റിൻ്റെ എല്ലാ വേദനകളിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് നിങ്ങൾ ഫ്യൂച്ചറിൻ്റെ ഡയറക്ഷനിലേക്ക് പോകണം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു സമയം. ഒരു കാർഡ് കൂടെ നോക്കാം നമുക്ക്. നിങ്ങളിപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണെങ്കിൽ, നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. നിങ്ങളുടെ ലൈഫിൽ ഒരു റീബർത്താണ് ഉണ്ടാകാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു റീബർത്താണ് ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ട് പാസ്റ്റിലെ എല്ലാ വേദനകളും നിങ്ങൾ ഹീലാക്കണം. നിങ്ങൾ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പെയിൻ എല്ലാം ഹീലാക്കണം. അതുതന്നെയാണ് നമുക്ക് ആദ്യത്തെ കാർഡും കിട്ടിയത്. നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പുതിയ ഫ്യൂച്ചറിൻ്റെ ഡയറക്ഷനിലേക്ക് പോകണം. നിങ്ങളുടെ ലൈഫിൽ ഒരു റീബർത്താണ് കാണുന്നത്. അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പയർ ആകുക. അതാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത്.